കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞേക്കുന്ന ഒരു സംഗതി തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പ്, അതുപോലെ ഉദ്ധവ് താക്കറയുടെ ശിവസേനയിൽ ഉണ്ടാകാൻ പോകുന്ന പിളർപ്പ്, ഇനി സമാജ്വാദി പാർട്ടിയിൽ ഉണ്ടാകും എന്ന് ഭയപ്പെടുന്നതായ അല്ലെങ്കിൽ സംശയിക്കുന്നതായ പിളർപ്പ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. എല്ലാ മാധ്യമങ്ങളും പറയുന്നത് ഈ പാർട്ടി പിളരുന്നത് ശരിയല്ല, തൃണമൂൽ കോൺഗ്രസ് പിളർന്നത് ശരിയല്ല, മമതാ ബാനർജിയുടെ നയപരിപാടികളോട് എന്തെങ്കിലും എതിർപ്പുള്ളവർ, വിയോജിപ്പുള്ളവർ ഒന്നുകിൽ വിയോജിപ്പ് സഹിച്ചുകൊണ്ട് പാർട്ടിയിൽ തുടരുക, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് MLA സ്ഥാനവും രാജിവെച്ച് പോവുക. അല്ലാതെ പാർട്ടി പിളർത്തുന്നത് ശരിയല്ല. ഒരു പാർട്ടിയുടെ ലേബലിൽ ജയിച്ച് MLA ആളുകൾ പെട്ടെന്നൊരു ദിവസം മറ്റൊരു പാർട്ടി രൂപീകരിച്ച് അല്ലെങ്കിൽ പാർട്ടി പിളർത്തി എന്ന് പറഞ്ഞ് മറുചേരിയിലേക്ക് പോകുന്ന ഒരു കാരണവശാലും ശരിയല്ല എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ സ്വാതന്ത്ര്യ മതേതര ജനാധിപത്യ നവോത്ഥാന പ്രവർത്തകർ നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മുതലാളിമാർ നടത്തുന്ന ചാനലുകളും പത്രങ്ങളും ഒക്കെ പറയുന്നത് ജനാധിപത്യ കശാപ്പാണ്, ഭയങ്കരമായ അധാർമികതയാണ്, രാഷ്ട്രീയ സദാചാരത്തിൻ്റെ ലംഘനമാണ് എന്നൊക്കെയാണ്. ഇപ്പോൾ മാത്രമല്ല, ഒരു വലിയ പാർട്ടി ചെറിയ പാർട്ടിയിൽ ലയിക്കുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യുന്ന അധാർമികമാണ് എന്നൊക്കെയാണ്. ഈ പറയുന്ന ആളുകൾക്ക് എത്ര പെട്ടെന്നാണ് അവർക്ക് ഓർമ്മക്കുറവ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് ഡെമിനേഷ്യ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിനുണ്ടായ ഒരു കാര്യം ഞാൻ പറയും. RSP എന്ന് പറഞ്ഞ 2 പാർട്ടികളുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത്. RSPയുടെ ചെറിയ കഷ്ണം, അതായത് ഒരു MLA മാത്രമുള്ള RSP UDFിലായിരുന്നു. 3 MLAമാരുള്ള ഒരു RSP മറിച്ച് LDFിലായിരുന്നു. കൊല്ലം സീറ്റിൽ പ്രേമേന്ദ്രന് കിട്ടാതെ വന്നപ്പോൾ അല്ലെങ്കിൽ RSPക്ക് കിട്ടാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ കൊല്ലം സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് LDFിലുണ്ടായിരുന്ന RSP കൂടി UDFിലേക്ക് പോയി. അങ്ങനെ ഒരു MLA ഉള്ള RSPയിൽ 3 MLAമാരുള്ള RSP ലയിച്ചു, അല്ലെങ്കിൽ മറിച്ച് ലയിച്ചു. അങ്ങനെ ഏകീകൃത RSP ഉണ്ടായി. ഏകീകൃതമായതിനു ശേഷം പിന്നെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു MLA പാർട്ടി പിളർത്തി RSP ലെനിനിസ്റ്റ് ഉണ്ടാക്കിപ്പോയി. അത് വേറെ കഥയാണ്. അത് നമ്മുടെ കോവൂർ കുഞ്ഞുമോനാണ്. കാരണം കുഞ്ഞുമോൻ അറിയാം, അന്നത്തെ നിലയ്ക്ക് കുന്നത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കണമെങ്കിൽ CPMകാരുടെ വോട്ട് കിട്ടും. അതുകൊണ്ട് കുഞ്ഞുമോൻ മിടുക്കനായിട്ട് RSP ലെനിനിസ്റ്റ് രൂപീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ചെറിയ പാർട്ടിയിൽ വലിയ പാർട്ടി ലയിക്കുന്നതിന് കേരളത്തിൽ തന്നെ ഉദാഹരണമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. അന്ന് ആർക്കും ഒരു വിഷമം തോന്നിയില്ല. മാത്രമല്ല, RSPകളുടെ ലയനം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നാണ് മാതൃഭൂമിയും മനോരമയും മറ്റ് ചാനലുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് സംഭവ്യമാണ്, കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യം. ഇനി പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം നെടുകെ പിളരുന്നത് സത്യം പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്സിലല്ല. ആദ്യം ഈ കേരളത്തിൻ്റെ ഒപ്പം പശ്ചിമ ബംഗാളിൻ്റെ ഒപ്പം തിരഞ്ഞെടുപ്പ് നടന്ന ഒരു സംസ്ഥാനമല്ലേ തമിഴ്നാട്. തമിഴ്നാട്ടിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷമില്ല, DMKയ്ക്കും ഇല്ല, TVKയ്ക്കും ഇല്ല. TVKയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അപ്പോൾ എന്താ സംഭവിച്ചത്? ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന, ഇപ്പോഴും ഭാഗമായിരിക്കുന്ന അണ്ണാ DMK എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ഈ അണ്ണാ DMKയ്ക്ക് 47 MLAമാരുണ്ട്. ഈ 47 MLAമാരിൽ 25 പേർ പിളർപ്പെന്ന് പറയാൻ പറ്റില്ല. കാരണം 3/2 ഭൂരിപക്ഷം, 3/2 ഭാഗം MLAമാരില്ല, 3/2 കുറവ്, ഭൂരിപക്ഷത്തേക്കാൾ അല്പം കൂടുതൽ MLAമാർ പെട്ടെന്നൊരു ദിവസം പ്രത്യേക ബ്ലോക്കായി മാറുകയും അവർ ഭരണകക്ഷിയായ TVKയ്ക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ ഏതെങ്കിലും മതേതര ജനാധിപത്യ മാധ്യമ പ്രവർത്തകന് ഇത് കേട്ടിട്ട് എന്തെങ്കിലും അസഹിഷ്ണുത തോന്നിയോ? ഇത് അധാർമികമാണ്, രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്തതാണ്. അണ്ണാ DMKയാണ് പാർട്ടിയെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം പിളർന്ന് അല്ലെങ്കിൽ പിളരുക പോലും ചെയ്യാതെ മറുഭാഗത്തേക്ക് പോകുന്ന മര്യാദകേടാണ്, പോക്കൃത്തരമാണെന്ന് പറഞ്ഞു. ഒരാളും പറഞ്ഞില്ല. പോട്ടെ, ഈ DMK എന്ന് പറഞ്ഞാൽ വലിയൊരു മതേതര ജനാധിപത്യ പുരോഗമന പാർട്ടിയാണ്. അവരുടെ ആ മുന്നണിയുടെ പേര് തന്നെ മതേതര പുരോഗമന സഖ്യം എന്നാണ്. ഈ മതേതര പുരോഗമന സഖ്യത്തിൽ അംഗമായിരുന്ന കോൺഗ്രസ് DMKയോട് ഒരു ടാറ്റ ബൈ ബൈ പോലും പറയാതെ TVKയുടെ ഭാഗത്തേക്ക് പോയി. അതിൻ്റെ പുറകെ മുസ്ലിം ലീഗ് പോയി. അതിൻ്റെ പുറകെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഏറ്റവും വലിയ വക്താക്കളും പ്രയോക്താക്കളുമായിട്ടുള്ള CPIക്കാരും CPMകാരും പോയി. ആർക്കെങ്കിലും എന്തെങ്കിലും മനപ്രയാസം തോന്നി? ഇത് DMKയെ ചതിക്കുന്നതിന് തുല്യമാണ്, വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു? ഒരാളും പറഞ്ഞില്ല. അതിലൊരു അധാർമികതയും ആർക്കും തോന്നിയില്ല. അങ്ങനെയാണ് TVKയുടെ ഭരണം അവിടെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെയാണല്ലോ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. ഇതല്ലേ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ കൂറുമാറി എത്തുന്ന ആളുകളുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും സർക്കാരുകൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ പാർട്ടി പുലർത്താനുള്ള സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമാണ്. കുഞ്ഞുണ്ണി മാഷ് തന്നെ പറഞ്ഞിട്ട്
പട്ടി പെറും പാർട്ടി പിളരും എന്ന്. അപ്പോൾ പട്ടി പെറുന്ന പോലെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് പാർട്ടി പിളരുക എന്നുള്ളത്. കോൺഗ്രസ് തന്നെ എത്ര തവണ പിളർന്നിട്ടുണ്ട്? വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? 1969 പാർട്ടി പിളർന്നു, 78 പിന്നെയും പിളർന്നു. പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലത്ത് അർജുൻ സിംഗും ശരത് പവാറും കൂടി തീവാരി കോൺഗ്രസ് ഉണ്ടാക്കി. അന്നൊക്കെ ആർക്കെങ്കിലും വല്ല വിഷമം തോന്നി? പാർട്ടി പിളരുക എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. തൃണമൂൽ കോൺഗ്രസ് പിളർന്നത് എന്താ വെച്ചാൽ അതിൽ നിന്ന് കൂറുമാറുന്ന ആളുകൾക്ക് വേറെ എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല. സത്യം പറഞ്ഞാൽ ഈ അഭിഷേക് ബാനർജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ആ ധാർഷ്ട്യവും അഹങ്കാരവും മറ്റ് നേതാക്കളുടെ പെരുമാറ്റവും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആളുകൾ ആ കൂട് വിട്ട് കൂട് മറിയത്. എന്തായാലും ഒരു പ്രതിപക്ഷത്താണ്. അപ്പോൾ പ്രതിപക്ഷത്ത് തന്നെ ചവിട്ടും തൊഴിയും കൊള്ളാതെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഋതബ്രത ബാനർജിയും സംഘവും പോയത്. അപ്പം ഇങ്ങനെ പല കാരണങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമല്ല, നിസ്സാരമല്ല ഓരോ പിളർപ്പും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മതേതരന്മാർക്ക് പലതും പറയും. അവർ സോഷ്യലിസം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അണ്ണാ ഡി എം കെയിലെ പിളർപ്പിനെ സ്വാഗതം ചെയ്യും, അതേ സമയത്ത് തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പിനെ കുറ്റപ്പെടുത്തും. ഇത് തന്നെയാണ് ഈ ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡിൽ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയിലോ അതുമല്ലെങ്കിൽ CPI ML ഉള്ള ആരും നമുക്ക് കൃത്യം അറിയില്ല, ഏതാനും MLA മാർ BJPയുടെ പിന്തുണയോടെ മത്സരിച്ച ഒരു വലിയ വ്യവസായിക്ക് വോട്ട് മാറ്റിച്ചു. അങ്ങനെ വ്യവസായി ജയിച്ചു, കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റു. ഇത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതേ ദിവസം തന്നെ കർണാടകത്തിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. അവിടെ BJPയിലും അതുപോലെ ജനതാദൾ സെക്യുലറിലുമുള്ള ഏതാനും മെമ്പർമാർ വോട്ട് മാറ്റിച്ചു. അങ്ങനെ കോൺഗ്രസിന് അവരുദ്ദേശിച്ചേക്കാളും ഒരു സീറ്റ് കൂടുതൽ ജയിക്കാൻ പറ്റി. കോൺഗ്രസിന് ശരിക്കും 4 സീറ്റ് ജയിക്കാനുള്ള ആളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരിങ്ങനെ വോട്ട് മാറ്റി ചെയ്തുകൊണ്ട് 5 സീറ്റ് ജയിച്ചു. BJPക്ക് 2 സീറ്റേ കിട്ടി. ഇതാണ് സംഭവം. അപ്പോൾ ഈ കർണാടകത്തിലെ ക്രോസ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ അഥവാ മുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ വമ്പിച്ച വിജയം ആയിട്ട് എല്ലാവരും കണക്കാക്കും. ജാർഖണ്ഡിലെ കൂറുമാറ്റം അല്ലെങ്കിൽ കുതികാല് വെട്ട് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വലിയ തിരിച്ചടി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനമൊക്കെ കൊള്ളാം, പക്ഷേ ജനങ്ങളുടെ എല്ലാവരും വിഡ്ഢികളാണ് എന്നെങ്കിലും വിചാരിക്കരുത്. അത്രയേ ഉള്ളൂ ആകെ കൂടിയുള്ള ഒരേ ഒരു അപേക്ഷ.